ദേ ഉന്നക്കായ, സമൂസ, പരിപ്പ് വട. എനിക്കിഷ്ടപ്പെട്ട 3 സ്നാക്സ് ഐറ്റംസ് ആണ് കേട്ടോ. ദേ അതിൽ ഉന്നക്കായ, ഞാൻ ഇതിൻ്റെ മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഉന്നക്കായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളറിഞ്ഞാ സെൻട്രൽ ലണ്ടൻ സോഹോയുടെ അടുത്തെ കുറച്ച് മലയാളീസ് ചേർന്ന് തുടങ്ങിയ ചായക്കട, അതിനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. കുറച്ച് മലയാളീസ് ചേർന്ന് തുടങ്ങിയ കടയാണ് ലണ്ടൻ സോഹോയുടെ അടുത്തായിട്ട് വരുന്നത് കേട്ടോ. സെൻട്രൽ ലണ്ടൻ സോഹോയുടെ അടുത്തായിട്ട് ഒരു മലയാളി ഷോപ്പ് ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഇച്ചിരി ആശ്ചര്യമായിട്ട് തോന്നും. എന്തായാലും കയറി നോക്കാം. ചായയും കടികളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്നത് മലപ്പുറത്തുള്ള ഒരു പയ്യനാണ്. മലപ്പുറം ഭാഗത്ത് എവിടെയുള്ളതാണെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്ക് അറിയത്തില്ല. ഇവിടെ കഴിക്കാനുള്ളതേ കട്ട്ലേറ്റ്, റോൾ ഏതാണെന്നറിയില്ല, പിന്നെ സമൂസ, ഉന്നക്കായ, പരിപ്പ് വട, ചിക്കൻ പപ്സ്, എഗ് പപ്സൊക്കെ ഉണ്ട്. ചായയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ 2 ചായയാണ് കുടിച്ചത്. നല്ല ചൂട് ചായയായിരുന്നു കേട്ടോ. ഇതാണ് കടയിൽ നിൽക്കുന്ന പയ്യൻ. പിന്നെ ഉന്നക്കായ ഞാൻ അത് എടുത്ത് പറഞ്ഞായിരുന്നു, കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഉന്നക്കായ. എനിക്കിത് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. ഞാൻ ലണ്ടനിലൊന്നാണ് ഫസ്റ്റ് ഉന്നക്കായ ട്രൈ ചെയ്യുന്നത്. തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളെ ആവുള്ളൂ. അറിഞ്ഞറിഞ്ഞിട്ട് കുറേ പേര് വന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. നാട്ടിലെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് കിട്ടിയില്ലെങ്കിലും ഓക്കെയാണ്. പപ്സും നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ പപ്സ് ആയിരുന്നാലും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് കഴിക്കുമ്പോൾ തന്നെ താടിയിലും ഒക്കെ വരുന്നുണ്ട്, മീശയിലും താടിയിലൊക്കെ ഇരിക്കുന്നുണ്ട് പപ്സ്. കടിക്കുമ്പോൾ തന്നെ നല്ല ക്രഞ്ചിനെസ് പോലെ ഇരിക്കുന്നുണ്ട് പപ്സ്. പിന്നെ ചിക്കൻ പപ്സും അങ്ങനെ തന്നെ. പിന്നെ സ്നാക്സ് അല്ലാതെ ഷേക്സ് ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ട് കേട്ടോ. ഷേക്സ് ആയിരുന്നാലും ജ്യൂസ് ആയിരുന്നാലും ഡ്രിങ്ക്സ് ആയിരുന്നാലും ഒക്കെ ഉണ്ട്. പിന്നെ ബിരിയാണി അവിടെ അവൈലബിൾ ആണ്. ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ട്. 7 പൗണ്ടിനാണ് ബിരിയാണിയൊക്കെ സെയിൽ ചെയ്യുന്നത്. ബിരിയാണി ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. ഞാൻ ട്രൈ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല ക്വാണ്ടിറ്റിയിലായിരുന്നു ഉണ്ടാക്കിയാണ് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് അവർ സെയിൽ ചെയ്യും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ വരുന്നത്, ടീച്ചായ്. താങ്ക്